ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SV ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം സ്നാക്സ് റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് നമ്മൾ 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയാണ്. 4 നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്തത്, നന്നായി പഴുത്തത് കേട്ടോ. അതിന് പിന്നെ ആവശ്യം ന്യൂട്ടെല്ല, പിന്നെ പീനട്ട് ബട്ടർ. അത് ക്രഞ്ചി തന്നെ എടുക്കാൻ നോക്കണേ, അതായിരിക്കും കുറച്ചും കൂടി കുട്ടികൾക്ക് ഇഷ്ടമാവുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി, അതിലേക്ക് നമ്മൾ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കണം. ഇത് നന്നായി പഴുത്ത പഴമാണ് കേട്ടോ, അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. നമ്മൾ പഴമെല്ലാം വെച്ചു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത ചപ്പാത്തി എടുക്കാം. അടുത്ത ചപ്പാത്തിയിൽ നമ്മൾ പീനട്ട് ബട്ടറാണ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. പീനട്ട് ബട്ടർ ക്രഞ്ചി. അപ്പോൾ ആ കടല ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പീനട്ട് ബട്ടറും നമ്മൾ ചപ്പാത്തിയിൽ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മളപ്പോൾ പീനട്ട് ബട്ടറും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മുടെ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്തു, പഴവും സ്ലൈസ് വെച്ചിട്ടുള്ള അതിൻ്റെ മേലേക്ക് ഈ പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തത് വയ്ക്കാം. അങ്ങനെ ഒരു സെറ്റായി. ഇതേപോലെ അടുത്ത സെറ്റ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായി. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി അത് പതുക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അതിനെ കുക്കാവാൻ സമയം കൊടുക്കുക. നമ്മൾ ഒരെണ്ണം അടുപ്പത്ത് വെച്ചു. രണ്ടാമത്തതും ആദ്യത്തെ ചെയ്ത പോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആദ്യത്തെ നമുക്ക് തിരിച്ചിടാനുള്ള സമയമായി. നമുക്കത് തിരിച്ചിടാം കേട്ടോ. നമുക്ക് അത് തിരിച്ചിടാം. കണ്ടോ, ഇത് നല്ല ക്രിസ്പായിട്ടുണ്ട്. ഉള്ളിൽ അതെല്ലാം വെന്തു. നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ വേഫൽസൊക്കെ കഴിക്കുന്നില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ് വരിക. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇനി ആ സൈഡ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാവണം. ഇതാ ഇപ്പോൾ നമ്മുടെ മറ്റേ സൈഡും ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. യെസ്, ആയല്ലോ. ബ്രൗൺ കളറായി, ചെറുതായിട്ടൊരു ക്രിസ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഇതിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യണം. 4ആയിട്ട് നമ്മൾ പിസ്സയൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ 4ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ. നല്ല ചൂടുണ്ട്. ഈ ചൂടോടെ നല്ല ക്രിസ്പാക്കണ്ടില്ലേ, നല്ല ക്രിസ്പാണ്. ഇനി ഇത് നമ്മൾക്ക് ഹണി കൂട്ടി കഴിക്കുന്നതാണ് കുറച്ചും കൂടിയും ടേസ്റ്റ്. ഫോറസ്റ്റ് ഹണിയാണ് ഇത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഇടാം. റോ അൺഫിൽറ്റേർഡ് അൺപ്രോസസ്ഡ് ഹണിയാണ് കേട്ടോ. 1200 ഗ്രാമാണ്.
ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് ആമസോണിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ആ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹണി നമ്മുടെ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് അവിടെ ആക്കി കൊടുക്കണേ. കണ്ടോ, അങ്ങനെ ഹണി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്താൽ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അധികം മധുരം ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഹണി ആക്കാണ്ടേയും കഴിക്കാം കേട്ടോ. പക്ഷെ ഹണി ആക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി സ്വാദ് കൂടുതലാണ്. ഇത് ഞങ്ങളുടെ ലഞ്ചിന് മുൻപ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വിശക്കുന്നു പറഞ്ഞപ്പോൾ അമ്മ തന്നെ കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടേ ഉച്ചയ്ക്ക്. ലഞ്ചിന്ന് കുറച്ച് വൈകിട്ട് കഴിച്ചാൽ മതി. അപ്പം അമ്മ ഇതിന് ചപ്പാത്തി, ബനാന സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ ആട്ടോ പറയാറ്. അമ്മ അതിൻ്റെ കൂടെ റോസ് മിൽക്ക് ആട്ടോ തന്നിട്ടുള്ള. നമുക്ക് ഈ സാധനം ടേസ്റ്റ് ചെയ്തൊക്കെ. ചെറിയ ചൂടുണ്ട്, പക്ഷെ വെക്കാം. സൂപ്പറായിട്ടുണ്ട്. ഈ തേനും കൂടി വന്നപ്പോൾ മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ഇതായിരിക്കും. ഉള്ള ഇഷ്ടമല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തേൻ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണേ. ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.